ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചന NIA അന്വേഷിക്കണമെന്ന് BJP. ഗൂഢാലോചന നടത്തിയവരെയും ഇവർക്ക് ഫണ്ട് നൽകിയവരെയും കണ്ടെത്താൻ NIA അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് R. അശോക പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത ചിന്നയ്യയെ SIT സംഘം കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. വെളിപ്പെടുത്തലിന് മുൻപും ശേഷവും ചിന്നയ്യയുമായി ബന്ധപ്പെട്ടവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് BJPയുടെ ഇപ്പോഴത്തെ നിലപാട് ഈ വിഷയത്തിൽ, മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, ഈ മുൻ ശുചീകരണ തൊഴിലാളി അതായത് ചിന്നയ്യ എന്ന ആൾ ആരൊക്കെയുമായും സംസാരിച്ചിട്ടുണ്ട്? ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് മുൻപും ശേഷവും ആരൊക്കെ കണ്ടിട്ടുണ്ട്, ഇയാളെ ആരൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പോൾ SIT സംഘം അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ചും ഇയാൾ ആദ്യം ഈ കോടതിയിൽ കൊണ്ടു നൽകിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വെളിപ്പെടുത്തലാണ് അയാൾ ഇന്നലെ ഉണ്ടായത്. അതായത് താൻ കുഴിച്ചെടുത്ത തലയോട്ടിയല്ല അത്, അല്ലെങ്കിൽ താൻ കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ തലയോട്ടിയല്ല എന്ന തരത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയതായിട്ടാണ് SIT സംഘം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ തലയോട്ടി ഇയാൾക്ക് നൽകിയത്, ഇത് ആരൊക്കെ ചേർന്നിട്ടാണ് ഇയാളെ കൊണ്ട് ഇത് കോടതിയിൽ എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പരിശോധിക്കുന്നത്. അപ്പോൾ പല സംഘങ്ങളുടെയും പേരുകൾ ഇതിനോടകം തന്നെ ആരോപണമായി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അവരൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തും എന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പലരെയും ഈ SIT ഓഫീസിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുമെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും BJP പറയുന്നത് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും അടക്കം ഈ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വന്നിട്ടുണ്ട്, പണം വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം BJP ഉന്നയിക്കുന്നുണ്ട്. അത് നേരത്തെ BJPയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് R. അശോക കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഫണ്ട് വന്നിട്ടുണ്ട് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ BJPയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ NIA അന്വേഷണം വേണമെന്ന് അവർ പറയുന്നുണ്ട്. ചിന്നയ്യ എന്ന ഒറ്റയാളിൽ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം മുന്നോട്ട് പോകാതെ മറിച്ച് ഇയാളുമായി ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇയാളുമായി ഫോൺ ചെയ്തിട്ടുള്ള ആളുകൾ, ഇയാളെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ള ആളുകൾ, ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് മുൻപും ശേഷവും ഇയാളെ സംരക്ഷിച്ചിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെയും കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് BJP പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കാനും ഈ സർക്കാർ ക്ഷേത്രത്തിനെതിരായിട്ട് ഒരാൾ ഒരു ആരോപണം പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഒരു SIT വെക്കുകയും അവിടെ മുഴുവൻ കുഴിച്ചു പരിശോധിക്കുകയും ഏതാണ്ട് 2-2.5 ആഴ്ചയോളം ക്ഷേത്രത്തിനെ വലിയ രീതിയിൽ അതിന്റെ ഇമേജിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ, പവിത്രതയെ ബാധിക്കുന്ന തരത്തിലൊക്കെയും അന്വേഷണം നടത്തി എന്നുകൂടിയുള്ള ആരോപണം BJP ശക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ പ്രതിഷേധ പരിപാടികളും ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. മാത്രമല്ല ഈ സുജാത ഭട്ട്, അനന്യ ഭട്ട് എന്ന മകളുണ്ടെന്നും ആ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായും എന്നുള്ളൊരു പരാതി നൽകിയ സുജാത ഭട്ടിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഒരു വശത്ത് നടക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള രീതിയിലേക്ക് ധർമ്മസ്ഥലം മാറിയിരിക്കുന്നു. പ്രധാനമായിട്ടും ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് SIT ഇപ്പോൾ ഉള്ളത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.